എന്താ? ഞാൻ കുറച്ച് ചരക്ക് കൊടുക്കാൻ വന്നതാ. ഇവിടെ പ്രശ്നം വല്ലതും ഉണ്ട്, ഞാൻ പിന്നെ വന്നോളാം. എന്ത് പ്രശ്നം? ഈ കണ്ടതൊന്നും കാര്യാക്കണ്ട. അബ്ദു, നീ എവിടെ പോയി കിടക്കായിരുന്നു? ആറാട്ടുപുഴ പോയിരുന്നു. തിരിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഈ കച്ചവടം ഒന്ന് കഴിഞ്ഞോട്ടെ. നിനക്ക് കിട്ടിയത് മുഴുവൻ തിരിച്ചു കൊടുത്തോ? എവിടുന്നാ? അക്കരെന്നാ. ആലിക്കോയന്റെ അടുത്ത് കച്ചവടം ചെയ്യണ്ടെന്ന് അക്കരെന്നാരും പറഞ്ഞില്ലേ? ഞാൻ അക്കരക്കാരനൊന്നുമല്ല ഭായി, കച്ചവടത്തിന് വന്നതാ. എനിക്ക് ഈ ചരക്ക് എടുത്തോണ്ട് ഇതിന്റെ വില ഇഞ്ഞു തരണം. എത്ര മുടിയുണ്ട്? മുടി? കയറെത്ര മുടിയുണ്ടെന്ന്? കയർ 20,000. ചുങ്കത്തറന്ന് വാങ്ങിയതാ? അതെ. അപ്പോ 5,000 തരാം. എന്താ ഭായി ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ വില പറയുന്നത്? 20,000 മുടി കയറിന് 5,000 രൂപ. മുടിക്കണക്കും തൂക്കമൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഇത് കരിമണൽ കയറ്റി തൂക്കം കൂട്ടിയ കയറാ. ചുങ്കത്തറക്കാര് നിന്നെ പറ്റിച്ചതാ. സത്യമാണോ ഈ പറയുന്നത്? നീ എവിടെ വേണമെങ്കിൽ ചെന്ന് അന്വേഷിച്ചു നോക്ക്. അപ്പോ 5,000-ന് ഉറപ്പിക്കാം അല്ലേ? അത് പറ്റത്തില്ല, മുതലാകത്തില്ല. ഇവിടെ കച്ചവടം ചെയ്യാൻ കൊണ്ടുവന്നാണെങ്കിൽ ഇവിടെ കച്ചവടം ചെയ്തിട്ട് പോയാ മതി. അങ്ങനെ തന്നെ വിരട്ടി കച്ചവടം ചെയ്യാനാണെങ്കിൽ ഈ നാട്ടിൽ പോലീസും കോടതിയൊക്കെ ഉള്ളതാ. ആണോ? എങ്കിൽ പറഞ്ഞു. സ്ഥലം SI നിൽക്കുന്നത്. ഞാനുമായിട്ടൊന്ന് ഉടക്കി. അപ്പോ ഞാനൊരു സസ്പെൻഷൻ വാങ്ങിച്ചു കൊടുത്ത് അജയൻ കൊലക്കേസിന്റെ പേര് പറഞ്ഞ് എന്റെ ഈ പിള്ളേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടിച്ച് ആ ഇടി മുഴുവൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ വിളിച്ചോണ്ട് വന്നതാ. ഭായി, നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങള് വീരശൂര പരാക്രമി തന്നെ. അജയൻ കൊലക്കേസിന്റെ പേരും പറഞ്ഞ് നിരപരാധികളായ നിങ്ങളെയൊക്കെ പീഡിപ്പിച്ച് ഇവനെയൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യണം. അജയനെ കൊന്നത് ആലിക്കോയാണെന്ന് പറഞ്ഞു നടക്കുന്ന അക്കരയിലെ പുളുന്നാമാരെ ഇപ്പൊ തന്നെ ഇത് അറിയിക്കണം. അങ്ങനെ വിട്ടാലും കൊള്ളില്ല. ഇവിടെ വെള്ളം എടുക്കണോ? എന്താടോ നോക്കി നിൽക്കുന്നത്? അക്കരക്ക് വെള്ളം എടുക്കാൻ. ആലിക്കോയാണ് കളിച്ചാ വിവരം അറിയുന്ന ഇന്നത്തോടെ അവന്മാര് പഠിക്കും, ഇല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കും. തന്ത്രശാലിയാ, പക്ഷേ ചുങ്കത്തറക്കാര് വിറ്റ മുതൽ തിരിച്ചെടുക്കില്ല. പിന്നെ എവിടെ പോവാൻ? അവൻ ഇവിടെ തന്നെ വരും. ഇനി വരുമ്പോ വില ഇനിയും കുറയും. എന്റെ ഗംഗ, ഒന്നും പറയണ്ട. ഈ പറ്റ് തന്നു തീർത്തില്ലെങ്കിൽ ഇവിടുന്ന് ഒരു തുള്ളി തരില്ല. കൊച്ചിഷ്ണ, നീ ഒന്ന് പറയടാ. മുതലാളി, ഈ ഗോവിന്ദേട്ടൻ നമ്മുടെ സ്ഥിര ആളല്ലേ, കൊടുക്കരുത്. ഈ കായലിലെ വെള്ളം മുഴുവൻ ചാരായും ഇതിലെ നീ മുഴുവൻ വറുത്ത മീനും ആയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനെ. ഞാൻ ഭായിയെ കാണാൻ വന്നതാ. എന്തിന്? നീ ആലിക്കോയുടെ അടുത്ത് കച്ചവടത്തിന് പോയതൊക്കെ ഞാൻ അറിഞ്ഞു. എന്റെ മോനെ കൊന്നുവിനോട്ട് കച്ചവടം നടത്തിയിട്ട് എന്നെ കാണാൻ വന്നേക്കുന്നു. ഒരു കാലടിച്ചാലോ എന്റെ വക? വാ. തൊഴിലാളികൾ കൂലി കൂട്ടി കിട്ടാതെ വിഷമിക്കുന്ന ഈ സമയത്ത് അവരുടെ നേതാവായി ഞാൻ നല്ല മധുരമുള്ള ഐസ്ക്രീമോ ആപ്പിൾ ജ്യൂസോ കുടിച്ച് സന്തോഷിക്കുകയല്ലോ. വയറ് കത്തുന്ന ചാരയല്ലേ കുടിക്കുന്നത്? പിന്നെ ഏതർത്ഥത്തിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല നിങ്ങൾ പറയുന്നത്? ഒരു കാല് ഇയാളുടെ വക. ഭായിക്ക് വിഷമമായിന്ന് എനിക്കറിയാം. നീയായിട്ടൊരു ബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ വാങ്ങി തരുന്ന ചാരായം കുടിക്കാൻ പോകുന്നു. ചാരായത്തിനോട് എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. അടപ്പ് വിഴുങ്ങല്ലേ. ഭായിയുടെ വിഷമം മാറ്റാൻ ഞാനൊരു ഒറ്റ വഴിയെ കാണുന്നു. എന്റെ ഇപ്പൊ ഒരു 5,000 രൂപയുടെ കയറുണ്ട്. ഭായി അത് പണയമായിട്ട് എടുത്തിട്ട് എനിക്കൊരു 500 രൂപ തന്നാ മതി.